നമ്മളിന്ന് നെക്സസ് ശാന്തിനികേതൻ മോൾ വൈറ്റ് ഫീൽഡിലാണുള്ളത്. നമ്മളിന്ന് കരം മൂവി കാണാൻ പോവാണ്. വിനീത് ശ്രീനിവാസൻ ഡയറക്ട് ചെയ്ത് മലയാള സിനിമ. ഇത് ഇന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ നമ്മളത് പടം കണ്ടു കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വിനീത് ശ്രീനിവാസന്റെ പോലത്തെ ഒരു പടമല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നമുക്ക് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഡയറക്ഷൻ ആണെങ്കിലും കഥയാണെങ്കിലും മൊത്തത്തിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ ബൈ. ഗൈസ്, ഇന്നലെ നമ്മള് കരൺ സിനിമ കാണാൻ പോയി. കരൺ സിനിമയുടെ റിവ്യൂ ഇതാ. ജിത്തുവിന് എന്താണ് പറയാനുള്ളത്? പക്ഷേ ആ പുള്ളിയുടെ ഒരു ഓറയാണ്, അതായത് നായകൻ ഉണ്ടാവുന്ന ഒരു ഓറയാണ്. അത് ആ വിദ്യനാണ് ഫീൽ ചെയ്യില്ല. സ്ക്രീൻ പ്രസൻസ് നമ്മൾ ഫീൽ ചെയ്യും. ദുൽഖറിനൊക്കെ സ്ക്രീൻ പ്രസൻസ്, അതുപോലെ പുള്ളിക്ക് ആ ഒരു സാധനം നല്ല സൂപ്പറായിട്ട്. പക്ഷെ മനസ്സിന് ബലമില്ലാത്തവര് കാണാൻ പോകരുത്. കരയും. ഞാൻ നന്നായിട്ടിരുന്നു കരഞ്ഞു. അങ്ങനെയല്ല, മലയാള സിനിമയിൽ ഫസ്റ്റ് ഹാഫ് സാധനമാണ് മൂപ്പര് പറയാൻ ശ്രമിച്ചത്. പക്ഷെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇടയിലേക്ക് വലിച്ച കോമഡി ഒന്നില്ലെങ്കിൽ അതൊരു സീരിയസ് മോഡിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഒരു മറ്റേ കോമഡി മോഡിൽ കൊണ്ടുപോകണം. ഇത് രണ്ടും കൂടി ഇടയിൽ കൂടെ സീരിയസ് ആണോ, നമ്മൾ സീരിയസ് ആയിട്ട് ഒരു മലയാളി കൊല്ലാൻ പോകുമ്പോൾ ഇടയിൽ കൂടെ ഒരു കോമഡി അടിക്കുന്നു. ഒരു കോമഡി ആണോ സീരിയസ് ആണോ? ഇതിന് തുടക്കം തന്നെ കുറെ ട്രാൻസിഷൻസ് ആണ്. അതായത് ആദ്യം അവരുടെ പട്ടാളം കാണിച്ചത് എല്ലാം ഓരോ മിനിറ്റ് മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് ആ കഥാപാത്രത്തോട് നമുക്ക് അറ്റാച്ച്മെന്റ് തോന്നുന്നുണ്ട്. എന്നാൽ മാത്രമാണ് നമുക്കൊരു ഇത് തോന്നുള്ളൂ. ഇതെല്ലാം ഓരോ മിനിറ്റ് ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇപ്പം അവരുടെ പ്രേമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സാധനം തോന്നുന്നുണ്ട്. അതായത് ഇവർ നമ്മളൊരു അറ്റാച്ച്മെന്റ് കഥ പറയാൻ പാടില്ല. ഞാൻ അതായത് ക്യാരക്ടേഴ്സ് ആയിട്ട് നമുക്കൊരു അറ്റാച്ച്മെന്റ് തോന്നുന്നില്ല. അവരുടെ ഫീലിങ്സ് നമുക്ക് നമ്മുടെ ഫീലിങ്സ് ആയിട്ട് തോന്നുന്നില്ല. അവരുടെ പ്രശ്നം നമ്മുടെ ഫീലിങ്സ് ആയിട്ട് തോന്നിക്കാനൊരു പറ്റല്ലേ. എനിക്ക് തോന്നി തുടക്കത്തിൽ കോമഡി ബാബുരാജിന്റെ കോമഡി കുറച്ച് ഓവറാണ്. പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് ചിരിക്കാൻ ആകെ സെക്കൻഡ് ഹാഫിൽ ബാബുരാജിന് ഇതാക്കി. കേരള ഭാഷയെ കുറിച്ച് സൂപ്പറായിട്ട്, അതായത് കുഴപ്പമില്ല. അതായത് ഫസ്റ്റ് സിനിമയാണ്, പക്ഷെ എന്നാലും ഒരു അത്യാവശ്യം ഒന്നാമത് നമ്മൾ വെറൈറ്റി ആണ്. പുള്ളി കാണാൻ തന്നെ വേറെ ലുക്ക്, അതുകൊണ്ടുള്ളതായിരിക്കും. അതൊക്കെ നല്ല പിന്നെ നമ്മൾ കാണാത്തൊരു ടെറൈനാണ്. മലയാള സിനിമയിൽ കാണിക്കാത്ത കുറച്ച് സാധനങ്ങളും പരിപാടികളും കാണിക്കുന്നത്. അതിനൊരു രസമുണ്ട്. മറ്റേ ഇംഗ്ലണ്ടിലെ കുട്ടികളുടെ സ്റ്റാറ്റസ് കാണുമ്പോൾ ഒരു അട്രാക്ഷൻ തോന്നുന്നു. അതുപോലെ മറ്റേ സ്ഥലത്തോടെ അട്രാക്ഷൻ തോന്നുന്നു. പക്ഷേ സിനിമ BGM എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നുന്നു. എന്തെങ്കിലും ഇതൊക്കെ ചെയ്യുന്നതല്ലാണ്ട് പോലെ. അതായത് നമ്മൾ ഇത് മലയാള സിനിമ നമ്മുടെ എക്സ്പെക്ടേഷൻസ് കൂടാണ്. മറ്റേ KGF മറ്റേത് ഓരോന്ന് കാണുന്നത് മരത്തിൻ്റെ ഒരു BGM ആണ്. BGM എന്ന് പറയുമ്പോൾ നമുക്ക് BGM-നോടൊരു ഇത് തോന്നും. ഇതിലങ്ങനെ ഒരു BGM-നോട് അങ്ങനെ ഒരു ഇത് തോന്നും. തിരയുടെയും മോഹൻലാലിന്റെയും കുറച്ച് റെഫറൻസ് ഇട്ടിട്ടില്ലേ? പല സിനിമകളിൽ കൂടി കൂടുതൽ റെഫറൻസ് കുറേ സിനിമ ഇപ്പൊ തുടക്കത്തിൽ മറ്റേ ഏതൊക്കെ ചിലത് കണ്ടപ്പോൾ വേറെ വല്ല ബാംഗ്ലൂർ ഡേയ്സ് പോലെയൊക്കെ ചില അവിടെയും ഇവരൊക്കെ വേറെ രീതിയിൽ എന്താക്കി. എന്നാലും എവിടെയും ഒരു കുറേ സിനിമ അതേപോലെ ചില ഷോട്ടൊക്കെ ചില ഇംഗ്ലീഷ് സിനിമയുടെ അതേപോലെ കോപ്പറ്റ് പോലെ. ഓവറോൾ എങ്ങനെയുണ്ട്? സജസ്റ്റബിൾ ആണോ? ഞാൻ സജസ്റ്റ് ചെയ്യില്ല. OTT-ൽ കാണാൻ എക്സ്പെക്ടേഷൻസ് ഇല്ല. പക്ഷേ വിനീത് ശ്രീനിവാസനെ കൊണ്ട് ഫീൽ ഗുഡ് പോലെ മറ്റേ ഈ ഡിറ്റക്റ്റീവ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ത്രില്ലർ സാധനം ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല. അവരൊക്കെ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആക്ടേഴ്സ് ആണ്. അവർക്ക് അറിയാം, അവർക്ക് അതെല്ലാം ചെയ്യണമെന്നുള്ള കാര്യം അറിയാം. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇത്രയും ബഡ്ജറ്റ് സിനിമ വരുമ്പോൾ അതിനെ ഏറ്റിക്കൊണ്ടുവന്ന
ആ സിറ്റുവേഷനെ സീരിയസ്നെസ്സിൽ കഥയിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. സിനിമ തുടങ്ങിയത് ഈ മനോജ് കെ ജയൻ വരുമ്പോൾ ആ ഒരു ചേഞ്ച് എന്തെങ്കിലും തോന്നിയാണ്? ഈ അത്ര നേരം നമ്മൾ നായിക കഥാപാത്രത്തിൻ്റെ അഭിനയം കണ്ട് അത് കഴിഞ്ഞിട്ട് മനോജ് കെ ജയൻ സ്ക്രീനിലേക്ക് കയറി വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് തോന്നിയാണ്? ഇതിപ്പോൾ കഥയായി പക്ഷേ മനോജ് കെ ജയനും എനിക്കത്ര കൺവിൻസിങ് ആയില്ല. പുള്ളി എന്തൊക്കെ പോലെ പഞ്ചതയിലും സംഭവങ്ങളും പറയാൻ ശ്രമിക്കുന്ന പരിപാടിയൊക്കെ, പക്ഷേ എനിക്കത്ര ക്ലിക്കായില്ല. സംഭവം എന്താണ് പക്ഷേ എനിക്ക് വർക്കൗട്ട് ആയില്ല സാധനം. അവർ ഉദ്ദേശിച്ചത് മറ്റേ എന്തൊക്കെ വേറെ റിലേഷൻ സംഭവങ്ങളൊക്കെയാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഇടയ്ക്ക് മറ്റേ ഇയാളുടെ പോലെ പഞ്ച് ഡയലോഗ് പറഞ്ഞിട്ട് ആൾക്കാരെ ധരിപ്പിക്കാൻ പറ്റുന്ന ഉദ്ദേശിച്ചിട്ടുണ്ടാവും. പക്ഷെ അതങ്ങോട്ട് വർക്കൗട്ട് ആയില്ല. ശ്രീനിവാസൻ തനി കോമഡികളൊന്നും എനിക്ക് അങ്ങോട്ട് പിന്നെന്താ വെച്ചാൽ ഭയങ്കര ക്ലൂ തരിക. പിന്നെ ഇവിടുന്ന് ആ ക്ലൂ ഇതാണ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ മലയാളികൾ ഈ മറ്റേ ത്രില്ലറും മറ്റേ സീരീസും അതും ഡാർക്കും കണ്ട ആൾക്കാർക്ക് ചെറിയ ചെറിയ ക്ലൂട്ട് അമ്മമാരെ സാധനം കൊടുത്തു കഴിഞ്ഞാൽ മലയാളികൾക്ക് അത് വർക്കൗട്ട് ആൾക്കാരൊക്കെ അറിയാം. ഇവിടെ ക്ലൂ കൊടുക്കുമ്പോഴേ അറിയാം ഇത് അതിനോട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധനം തുടക്കത്തിൽ അനാവശ്യമായിട്ട് പറയുമ്പോഴേ അറിയാം നമുക്ക് സാധനത്തിന് വേണ്ടിയിട്ടാവും പറയാനുള്ളത്. അപ്പൊ അതൊക്കെ ഭയങ്കര എക്സ്പെക്റ്റഡ് ആയിരുന്നു സാധനം. പിന്നെ നായിക കഥാപാത്രം നല്ല കാസ്റ്റിംഗ് ആയിരുന്നു. കാസ്റ്റിംഗ് നമ്മൾ കാണാത്ത പുതിയ ആൾക്കാർ എന്നുള്ള രീതിയിൽ സ്പേസ് ഉള്ളവരൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതിനുള്ളൊരു സ്പേസിൽ അവർ നല്ല വൃത്തിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല. ഓവറോൾ ടൈമിൽ ഏതാണ് ഓവറോൾ ടൈമിൽ എത്ര കൊടുക്കാൻ പറ്റും? ഞാൻ റേറ്റിംഗ് 5 താഴെ കൊടുക്കുള്ളൂ. സോ ഇതൊരു OTT മൂവി. OTT മൂവിനോ ഇല്ല, പക്ഷെ ഞാൻ 5 താഴെ റേറ്റിംഗ് കൊടുക്കുള്ളൂ. അത് ഓരോരുത്തരുടെ താല്പര്യമാണ്. OTT കാണണോ തിയേറ്ററിൽ കാണണോ എന്നുള്ളത് ഓരോരുത്തരുടെ താല്പര്യം. ഓക്കെ ഗൈസ്, അപ്പം ഇതാണ് നമ്മുടെ മൂവിയുടെ റിവ്യൂ.